നമുക്കറിയാം കഴിഞ്ഞ 2 വർഷക്കാലമായി HMCയുടെ പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും വളരെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. നമ്മൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിലും ആശുപത്രിക്ക് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നൊരു അവസ്ഥ കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടായിരുന്നു. അത് തുടർന്നുണ്ടാവും, ആ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഈ കാര്യങ്ങളിൽ HMCയുടെ ഇടപെടലുകളായി എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ ഇടപെടലുകളായി നമ്മൾ കമ്മിറ്റി തീരുമാനിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് അറിയിക്കുന്നത്. ഒന്ന്, ഈ കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം, എല്ലാ കാര്യങ്ങളും, ഇതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ, ആരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ബാക്കി ആരൊക്കെ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവർ ആരൊക്കെ എന്തുണ്ടെങ്കിൽ മുഴുവൻ ആളുകളെ ഒരു സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണമെങ്കിലും. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി 2 എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക, ഒരു നടപടികളും ഇന്നേവരെ ഉണ്ടായിട്ടില്ല. കാരണം ഹെൽത്തിൻ്റെ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നു, ഡ്രഗ് കൺട്രോളറുടെ അന്വേഷണം നടക്കുന്നു, ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം അടക്കമുള്ള ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. അത് സർക്കാരിനോട് ശുപാർശ ചെയ്യുകയാണ് HMC. മറ്റൊന്ന്, രണ്ടാമത്തൊരു കാര്യം, HMC ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി HMC ഒരു ഉപസമിതിയെ നിയമിച്ചു. ആ ഉപസമിതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ശ്രീ PT ഉമ്മറും ശ്രീ KT കുഞ്ഞാനും ശ്രീ ശിവശങ്കരനും അടങ്ങുന്ന ഒരു സമിതി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് 15 ദിവസം കൊണ്ട് HMCയെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. ഇതിനു വേണ്ടി ഒരു പരാതി പരിഹാര സെൽ രൂപീകരിക്കാൻ വേണ്ടി HMC തീരുമാനിച്ചു. ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനും അത് കൃത്യമായി സമയാസമയങ്ങളിൽ HMCയുടെ ഇടപെടൽ ഉണ്ടാകാനുമുള്ള ഒരു സമിതിയാണ്. അതിനുവേണ്ടി ഒരു പരാതി പെട്ടി തന്നെ നമ്മളിവിടെ സൂക്ഷിക്കും. എല്ലാ മാസവും ഈ കമ്മിറ്റി കൂടുന്നതായിരിക്കും. എല്ലാ മാസവും ഈ കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റിയുടെ കാര്യങ്ങൾ ജനങ്ങളുമായി സംവേദിക്കാവുന്ന രൂപത്തിൽ ഉള്ള സംഗതികൾ ഉണ്ടാകും. ഈ പ്രതിഷേധങ്ങൾ അറിയിച്ച മുഴുവൻ സംഘടനകളെയും അവർക്ക് ഈ കാര്യത്തിലുള്ള പ്രതിഷേധം എന്താണ്, ഈ കാര്യത്തിലുള്ള പരാതികൾ എന്താണ് എന്ന് കമ്മിറ്റി നേരിട്ട് കേൾക്കുന്നതാണ്. കാരുണ്യ ഫാർമസി മരുന്ന് സർക്കാർ തരാമെന്ന് നമ്മളോട് നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു NRHMൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഫിസിഷ്യനെ നിയമിക്കാൻ വേണ്ടി നമ്മൾ NRHMനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് HMC അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് ശമ്പളം കൊടുത്ത് കോൺട്രാക്ട് ബേസിസിൽ ഒരു ഫിസിഷ്യനെ ഉടനെ കണ്ടെത്താനും ഒരാളെ കിട്ടുകയാണെങ്കിൽ നിയമിക്കാനും വേണ്ട നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്.